ഹലോ ഗായ്സ്, വെൽക്കം ടു KMC പ്രണാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. എല്ലാ മച്ചാനും KMC പ്രണാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ FC മൊബൈലാണ് കളിക്കാൻ പോകുന്നത്. FC മൊബൈൽ അതിന് നമുക്ക് അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട്. ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് എന്നാലും കൂടുന്നില്ല, വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. നീ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട് ആക്കേണ്ടവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഫ്രണ്ട് ആക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആക്കാൻ വേണ്ടി അവരുടെ FC മൊബൈലിലെ പേരും OVR അടിച്ചിട്ടാൽ മതി. വെച്ചാൽ OVR എത്ര ലെവലുണ്ടെങ്കിൽ അടിച്ചിട്ടാന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഒരേപോലെ പേരുള്ള എത്ര പേരുണ്ട്. മുന്നേ ഹോം ടീം അടിച്ചിടണം. നമുക്ക് നാളെ ലൈവ് ചെയ്യാൻ പറ്റും. ലൈവ് വരാം FC മൊബൈലിൻ്റെ. ലോഡാവുന്നില്ലല്ലോ. ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല. ഓട്ടെ 1200 ഷാർട്ട്സ് ഉണ്ട്. ഈ സ്ട്രൈക്കറിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ഉണ്ട് സ്ട്രൈക്കർ. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡിൻ്റെ അടുത്ത് ബെർണാൾഡോ കംപ്ലീറ്റ് ഞാൻ സ്ഥലം കംപ്ലീറ്റ് ആവണം കേട്ടോ. അപ്പോൾ ഇല്ല ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇത് മാറ്റം വരും. മറ്റേ ഇതിൻ്റെ അവസാനം ഇത് വരുമ്പോൾ എനിക്ക് അതിനകത്തുള്ള പ്രൈസ് ആക്കി വേണ്ടി വെച്ചിരിക്കുക. എന്ത് കൊടുക്കും? 2500 എന്ത് ബാക്ക് സ്പിൻ ചെയ്ത് നോക്കാം. 2500 ബാക്ക് സ്പിന്നിങ് ആണ്. ഫ്രണ്ട് അക്കൗണ്ട് റെക്കമെൻഡ് ചെയ്താൽ മതി. ഇതുവരെ കിട്ടുമോ? നല്ല എന്തെങ്കിലും കിട്ടണേ. ഇറ്റ്സ് എനിക്ക് രാജിൻ്റെ പേരറിയത്തില്ല. സെൻട്രൽ മിഡ്ഫീൽഡ് നീ നീല സ്പ്രേ ചെയ്യാൻ പറ്റുമോ? മിക്കവാറും ഞാൻ എടുക്കാൻ സാധ്യത ലെഫ്റ്റ് വിങ്ങർ ആയിരിക്കും. ലെഫ്റ്റ് വിങ്ങർ പിന്നെ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക്, മിഡ്ഫീൽഡ് ആൻഡ് ഈ 3 പൊസിഷൻ. ഈ ലെഫ്റ്റ് വിങ് അതിൻ്റെ താഴെ ഈ കാൾം അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് ആ പൊസിഷൻ അല്ലെങ്കിൽ ഡിമാർക്ക് ഇപ്പം 115 കയറത്തുള്ളൂ. അതിന് മാറ്റം ഇവൻ മാക്സാണ്. ഇവൻ 112 വരെ കയറും. ഇവന് 112 വരെ കയറും. എനിക്ക് മാക്സ് 10 ആയിട്ട് വീഡിയോ ഇടയ്ക്കൊന്ന് പോസ്റ്റ് ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ അതവിടെ മാറ്റി വെക്കണം. എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ടച്ച് പോകണത് ടച്ച് പോകാൻ സാധ്യത ഇവിടെ ആയിരിക്കും. കൊണ്ട് പോകട്ടെ. ഓവിയാൻ 13 വരെ കയറും. ഓവിയാൻ 13 വരെ 12 ഞാൻ 12 വരെ കയറത്തോളന്ന്. ഞാൻ 13 വരെ കയറും. വീട് റെക്കോർഡ് ഉണ്ടല്ലോ. ഇടയ്ക്ക് നോക്കുന്നുണ്ട് വീട് റെക്കോർഡ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പണി കിട്ടിയാലോ. എന്തായാലും ഇവരുന്ന് ട്രെയിൻ ചെയ്യാം. ആട്ടോ സെലക്ട് മാക്സ് ആവശ്യമുള്ള പ്ലേസെല്ലാം പോയിട്ടുണ്ടോ? ഇവനൊന്നും കൊടുക്കില്ലേ എൻ്റെ ഇവനൊന്നും കൂടെ തരത്തില്ല കേട്ടോ. എനിക്ക് അവനെ എന്ത് കൊടുക്കണം അറിയത്തില്ല. എനിക്ക് അവന് ഉപകാരവും ഇല്ല. 110 അവനെക്കാട്ട് നല്ല ഡിഫൻസിലേക്ക് അധികം കുഴപ്പമില്ല. ഡിഫൻ ഓക്കെ നോക്കിയാൽ ഫിൽറ്ററാണ്. കളത്തെ ടീം കിടക്കട്ടെ ഞാൻ വിചാരിച്ചത്. കിടക്കട്ടെ. ഒരു മാച്ച് കളിക്കാം.
എഡ്വേർഡ് കളിക്കാം. ഞാൻ കളിക്കത്തില്ല കാരണം ഇതൊന്നും വേണ്ട. അത് FC ഇത് ബോർഡ് ആയിരിക്കും. എഡ്വേർഡ് കളിക്കാം. എനിക്ക് എഡ്വേർഡ് കളിക്കാം. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇതിനകത്ത് വല്ലതാണെങ്കിൽ കളിക്കാം. അൺലിമിറ്റഡ് ചാലഞ്ച് സെമിഫൈനൽ കളിക്കാം. അപ്പോൾ എന്തായാലും കളിച്ചാൽ പോകടിക്കും. അപ്പോഴത്തെ സെറ്റ് ടീമൊന്നും അറിയത്തില്ല വരുന്നത്. അപ്പുറത്തെ ടീം നല്ല സെറ്റ് ടീമല്ലേ. നല്ലൊരു ഗോൾ ശ്രമമായിരുന്നത്. ഞാനത് തെറ്റി. ഞാൻ അങ്ങോട്ടല്ലത് കൊടുക്കുക ഉദ്ദേശിച്ചത്. മനുഷ്യ അതിൻ്റെ ഞാൻ TV ക്യാപ്റ്റൻസി അവർക്ക് കൊടുക്കാൻ വെച്ചാൽ ഗോളിപ്പോൾ ക്യാപ്റ്റൻസി അത് മാറ്റണം. ഇവരുടെ ക്യാപ്റ്റൻസി അത് മാറ്റണം. നല്ലൊരു ക്യാപ്റ്റനെ തരം എടുക്കും ഞാൻ ഇപ്പോൾ. കളിക്കാൻ തന്നെ ക്യാപ്റ്റനെ കിടക്കട്ടെ. ഗോളിയാണ് അപ്പം അറിയത്തില്ല. രണ്ട് കൊണ്ട് ലീഡൊക്കെ ഉണ്ടല്ലേ. അധികം ബോക്സ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അവരുടെ ബോക്സിൽ ബെർണാണ്ടോ സിൽവയുടെ നൈസ് ഇന്റർസെപ്ഷൻ ബൈ ദ ബോൾ. ബോക്സ് ഇട്ട് കയറാൻ ചാൻസ് കിട്ടും. ബോക്സ് കയറാൻ പറ്റുന്നില്ലേ ഫസ്റ്റ് ഹാഫിന്. സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാം. ഗോൾ അടിച്ചങ്ങനെ ഈ സ്ട്രൈക്കറിനെ കിട്ടി. എനിക്ക് സ്പിൻ ചെയ്തപ്പോൾ 3000 സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ മറ്റവനെ കിട്ടിയത് ഇന്ന് കിട്ടിയ ഈ സ്ട്രൈക്കറിനെ സെൻട്രൽ മിഡ്ഫീൽഡിൽ. ഈ സ്ട്രൈക്കറിനെ 3000 സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയ 3000 ജെംസിൻ്റെ. ഇത് ഷാർട്സ് എടുത്തിട്ട് മിഡ്ഫീൽഡ്സ് വൻ പോക്കാണ്. മറ്റേ അവൻ്റെ ഒരു ഉപകാരം എനിക്ക് തോന്നുന്നു. എനിക്ക് കളിക്കാണ്ട് തോന്നുന്നില്ല. 10 അവൻ്റെ അടുത്ത് മാറ്റിയിട്ട് പിന്നെ കിട്ടിയത്. ലിഫ്റ്റിംഗ് പറഞ്ഞാൽ സൈൻ ചെയ്യാൻ സാധ്യത കൊണ്ടുവരണേ. വിനീഷ്യസിനെ മിക്കവാറും കൊണ്ടുവരാം. വിനീഷ്യസിനെ എടുക്കാൻ ആഗ്രഹമുണ്ട്. ലിഫ്റ്റിങ്ങിലേക്ക് വിനീഷ്യസിനെ. ഇറ്റ്സ് നൈസ് ഡിഫെൻസ്. അപ്പോഴത്തെ ടീമിലുണ്ട് ഈ പ്ലെയർ തന്നെ. അവർ അടിച്ചു കയറ്റി. ബെർണാണ്ടോ സിൽവ നൈസ് ഡിഫെൻസിങ് ആണ്. അതാണ് അവനായിട്ട് ഞാൻ നോക്കിയത് എടുത്തത്. നൈസ് ഡിഫെൻഡിങ്. ഞാൻ ഈ ക്യാപ്റ്റൻസി മാറ്റാൻ പോയി. എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ ക്യാപ്റ്റൻസി എടുക്കാൻ പോയാൽ അവൻ പോയി. ഇപ്പോൾ ആ പ്ലെയർ വയ്ക്കാൻ ശരിയായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൊടുക്കാൻ പോലെ അലക്സാണ്ടർ അർണോൾഡിനായിരിക്കും ക്യാപ്റ്റൻസി. ഇറ്റ്സ് ഓഫ് സൈഡ്. നമുക്ക് ബാക്ക് അടിച്ചിട്ടുണ്ട്. നമുക്ക് പാരൊരു സ്ട്രൈക്കറുണ്ട്. എനിക്കിപ്പോൾ അവൻ ഇതിന് മുന്നേ കളിച്ചുകൊണ്ട് മിയാമിയുടെ സ്ട്രൈക്കർ പേടിക്കാൻ അതിവായി വരത്തില്ല. എൻ്റെ അവൻ ഇത് അലമ്പ് പെർഫോമൻസ്. ഒരു അറ്റാക്കും ഇല്ല. എൻ്റെ ബോക്സിട്ട് വരത്തില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയിട്ട് ഇവനിപ്പോൾ കയറ്റിയത്. അത് കിട്ടാതെ ഞാൻ ഷാർട്സ് കൊടുത്തെങ്കിലും വേറെ സൈക്കിളിന് എടുത്തിന്. അതൊരു കിട്ടിയില്ലായിരുന്നു.
ഞാൻ എടുക്കാൻ തുടങ്ങിയിരുന്നപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയത് നല്ല പിന്നെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. കളിക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുത്തോണ്ട് അല്ലാതെ നല്ല കളി കളിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുത്താൽ നല്ല കളിക്കാൻ പറ്റിയ നല്ല നെറ്റ് പിന്നെ അടിക്കാനുണ്ട്. കളിക്കാൻ പറ്റുന്നില്ല, അത്ര നെറ്റ് വരുന്നുണ്ട്. അങ്ങോട്ടൊന്നും കൊടുക്കാൻ പോലും നോക്കിയില്ല ബോൾ. പക്ഷെ നല്ല പ്രശ്നമാണ്. ഇന്ന് എൻ്റെ സ്കൂളുണ്ടായിരുന്നു, ശനിയാഴ്ചയായിട്ട് സ്കൂളുണ്ടായിരുന്നത്. ഒരു എല്ലാ സ്കൂളിലും ആവശ്യം, ഞങ്ങളുടെ സ്കൂളിൽ മാത്രം അടുത്തുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഇപ്പോൾ എടുക്കണം വീഡിയോ. ഞാൻ ട്യൂഷന് പോകണ്ട, സ്കൂളിൽ പോകാണ്ട് അല്ല രാവിലെ ഞാൻ ട്യൂഷൻ ആയിട്ട് സ്കൂളിൽ പോയാലും ട്യൂഷന് പോകണ്ട. മക്കട ഡിമാർക്കോയുടെ പേരിട്ട്. ഡിമാർക്കോ നല്ലൊരു അറ്റാക്കർ, ഡിഫൻഡറാണ്, നല്ല ഡിഫെൻഡിങ്. ഈ ഡിഫൻസിനകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് കിങ് ഡിഫൻഡർ. എൻ്റെ ടീം മാക്സ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ഈ ലെഫ്റ്റ് വിങ്ങർ, റൈറ്റ് വിങ്ങർ, ലെഫ്റ്റ് ബാക്ക് ആൻഡ് ഗോൾ കീപ്പർ, സെൻറ്റർ ബാക്ക് എല്ലാം നെസ്റ്റ 112 രൂപയുള്ള ഒക്കെ മാക്സ് ഒന്നുമില്ല. എനിക്ക് കളിക്കാൻ പറ്റുന്ന നല്ല അത്രയ്ക്ക് നെറ്റ് പിന്നെ അടിക്കുന്നുണ്ട്. സെൻട്രൽ ബാക്ക് എനിക്ക് 107 അടുത്ത് താഴെ കൊണ്ടുവരുന്ന താല്പര്യമുണ്ട്. താഴെ അറിയാൽ സ്കിങ് ഇല്ലേ. എനിക്ക് അത്രയ്ക്ക് നെറ്റ് പിന്നെ എനിക്ക് എന്താ അറിയത്തില്ല വീഡിയോ എടുക്കുമ്പം. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പോൾ വരാം. വേറൊരു കാര്യത്തിനായിട്ട് പോയതാ. ഗെയിമിൽ നിന്ന് ബാക്ക് അടിച്ചിട്ടാണ് പോയതാ. ഇനി ആ ഗെയിമിൽ ഒന്നും കൂടെ കളിക്കേണ്ടി വരുമെന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു. കളിക്കേണ്ടി വരുവാണെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് കളിച്ചിട്ട് എന്തായാലും നോക്കാം. ഈ വീഡിയോ ഇങ്ങനെ ഇടണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽഐക്കൺ ഓൺ ആക്കിയിടുക, ഫ്രണ്ടാക്കണ്ട കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും ഷെയർ ചെയ്യുക. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്. 500 റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു അക്കൗണ്ട് ഗീവ് ഉണ്ട്. 500 സബ്സ്ക്രൈബ് അടിച്ച് ചെയ്യാം എഫ്സിയിൽ. ആ അക്കൗണ്ടിനകത്ത് ഞാൻ കളിക്കുന്നുണ്ട്. 115 പേരുണ്ട് അക്കൗണ്ടിനകത്ത്. സെറ്റ് അക്കൗണ്ടാണ്. എപ്പാപ്പയുണ്ട് 115. മോഡ്രിച്ച് ഉണ്ട്. ഇത് മറ്റേ ലാലിനകത്തുണ്ട്. ലെഫ്റ്റ് ബാക്ക് ഇവരുണ്ട്. അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അത് ഫുൾ മാക്സിമം അത്ര അപ്ഗ്രേഡ് ഒന്നും അല്ല. അത് പ്ലേസിനകത്ത് ഇതില്ലാത്ത അക്കൗണ്ട് ഉപകാരമില്ലാത്ത ലെഫ്റ്റ് ബാക്ക് അലക്സ്. ലെഫ്റ്റ് ബാക്ക് ഇവരുണ്ട്. എന്തുവേനെ റോബർട്ടോ കാർലോസ്. നമുക്ക് ഇവർക്ക് 3 ഗോൾ വിട്ടു കൊടുക്കാം. എന്നിട്ട് ഒറ്റക്ക് നടത്താം. വിലയ്ക്ക് കൊടുക്കാം. വില അടിച്ചിട്ട് പോലെ. പോ ഞങ്ങളെ തല അടിച്ചിട്ടേ. പോടി ഞാൻ മാറ്റി തരുവാണ്. 2 ഗോൾ അടിച്ചു. എന്നിട്ട് കളിക്കത്തുള്ളൂ. 2 ഗോളൊന്നും ഓൺ അടിക്കാൻ പറ്റത്തില്ല. അതാ അടിക്കാൻ പറ്റും. അതൊക്കെ തരില്ലേ. 114 ഇതൊരു ഇതാവുമോന്നും മണ്ടത്തരമാവുമോന്നും എനിക്കറിയത്തില്ല. കളിക്കാം. നല്ല ലാഗുണ്ട്. എന്തായാലും എത്രയ്ക്ക് ലാഗ് കാണിക്കാൻ വീഡിയോ പോസ് ആക്കും. എന്നിട്ട് കളി എൻ്റെ വീഡിയോ കാണാക്കത്തുള്ളൂ. കളി കുറച്ച് 2 ഗോളൊക്കെ അടിച്ചിട്ട് വീഡിയോ കാണാക്കത്തുള്ളൂ. ഇറ്റ്സ് ക്വാളിറ്റി.
പ്ലേസിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? അല്ല, എൻ്റെ ടീമിലില്ല, അവരുടെ ടീമില്ല. അത് ഗോളിൽ ഓൺ ഗോൾ ആയിട്ടുണ്ട്. ഓൺ കളിപ്പിച്ച എനിക്ക് നല്ല ലാഗടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്താ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേ വീഡിയോ ആണെങ്കിൽ അറിയത്തുള്ളൂ. ഇറ്റ്സ് എ ഗോൾ. ഇപ്പം അതിൽ ലാഗില്ല, അത് കുഴപ്പമില്ല കളിക്കാൻ. എനിക്ക് വീഡിയോ എടുക്കാത്തപ്പോൾ നല്ല സ്മൂത്താണ്. അതാ പിന്നെ വീഡിയോ എടുക്കാൻ മടിക്കുന്നത്. നെറ്റിൻ്റെ പ്രശ്നം. ഒരു ഗോൾ അടിച്ച് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസ് എ കിങ്. അതൊരിക്കലും ഗോളാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പാസ് ഞാൻ അങ്ങോട്ടല്ല പ്രതീക്ഷിച്ചത്. പിന്നെ അങ്ങോട്ട് ഓടി വരുമ്പോൾ ഇവൻ ആ പാസ് കൊടുക്കാൻ വിചാരിച്ചത്, നടന്നില്ല. പക്ഷേ അവൻ തിരിഞ്ഞ ടച്ച് ഷേട്ട് അതും ഗോൾ പോസ്റ്റ് കയറുമെന്നൊന്നും വിചാരിച്ചില്ല. നേരത്തെ മിഡ്ഫീൽഡ് അടിച്ചത് അവരെ കൊണ്ടും കളഞ്ഞാണ്. 2 മാഞ്ചസ്റ്റർ സിറ്റി പ്ലേയേഴ്സ് തന്നെ എടുത്തത്. മറ്റേ റിപ്രസെൻ്റ് ഉണ്ട്, അത് നടന്ന് വെറും കളിയേച്ച വെറും പന്നക്കളി ഞങ്ങൾ ചെണ്ടുന്നത്. അല്ല, ചിലപ്പോൾ നല്ല കളിക്കുമായിരിക്കും. എനിക്ക് കളിക്കാൻ നല്ല നമുക്കൊന്നും നടത്തില്ല. ഒരു കളിക്കത്തും ഗോൾ പോലും അടിക്കുന്നില്ല. ഫസ്റ്റ് വന്ന സമയം കുറച്ച് വന്ന സമയത്ത് കുറേ കളിച്ചു. പിന്നെ അങ്ങോട്ട് മൊത്തം മിസ്സായി അടിക്കുന്നത്. ഇതിനല്ല കളി എത്ര ഇതല്ല സെറ്റല്ല ഞാൻ ഫീൽ ചെയ്തു. ഇറ്റ്സ് സ്പീഡ് റൈറ്റ് ബാക്ക് ആണ് അലക്സാണ്ടർ അർണോൾഡ്. റൈറ്റ് ബാക്ക് ട്രെൻറ്റ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ മികച്ച ഗോൾ ശ്രമം. അത് വണ്ടർ ഒന്ന് കയ്യിലൊതുക്കി പിടിച്ചിട്ടുണ്ട്. 5-4 ഇൻ ദ സ്കോർ. 9 പേർ അല്ല 9 പേര് ഈ സ്റ്റേഡിയം കാണുകയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഇറ്റ്സ് ദ ലോങ് റേഞ്ചർ. കഴിഞ്ഞ കളിയൊക്കെ ആയിട്ട് ലോങ് റേഞ്ച് ലഭിക്കുന്നുണ്ട്, അതൊന്നും കയറുന്നില്ല. മെക്കാലിസ്റ്റൻ്റെ മുന്നേറ്റമാണിത്. മെക്കാലിസ്റ്റൻ്റെ മുന്നേറ്റം എന്തോ മണിക്ക് നടക്കണമെന്ന് ഒരു സമയത്ത് തരമ്പിളിക്കാൻ താസ്കോളോസ് അങ്ങോട്ട് അതിൻ്റെ ടീമിനെ അടുത്തുള്ളതായിരുന്നു. അതിനകത്ത് ഒഴിയാനുള്ള ടീമിനെ കൊടുത്തില്ല ട്രേഡ് ചെയ്ത് എന്നിട്ട് വേറെ അതിനെ കൊണ്ടുവന്നത്. അലക്സിസ് മെക്കാലിസ്റ്റൺ ആരാണ് എനിക്കറിയാം. അലക്സിസ് മെക്കാലിസ്റ്റൺ ഇപ്പോൾ ഈ ബോർഡ് തോന്നിയ സെൻട്രൽ മിഡ്ഫീൽഡ്. പ്രീമിയസ് ആയിരിക്കും ക്യാപ്റ്റൻസിന് പോയതിനു ശേഷം കളിക്കളം മൊത്തം ടീം വീക്കാണ്. കളിക്കുന്ന കളി മൊത്തം കഴിഞ്ഞ തീരുമാനിച്ച. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അക്കാഡമി നോക്കട്ടെ, നമ്പർ ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു നോക്കട്ടെ. സ്ട്രൈക്കറിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുൾ ഗോൾ വലയം അങ്ങോട്ട് മുറിക്കാൻ പറ്റുന്നില്ല രണ്ട് ടീമിനെ. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ 9 ഗോളിലാണ്. സെക്കൻഡ് ഹാഫിൽ രണ്ട് ടീമും 1 അറ്റാക്ക് കളിച്ചത്. ഞാൻ കുറേ നേരത്തെ പഠിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് FC ലോങ് റേഞ്ചർ അടിച്ചേക്ക് അവരുടെ എന്തത്തെ കാറ്റൻ. ഇനി ഇവൻ പിന്നെയും ക്യാപ്റ്റനെ വിളിക്കാൻ പോവാണ്, ക്യാപ്റ്റനാക്കാൻ പോകും. എനിക്ക് പിന്നെ ക്യാപ്റ്റൻ എന്നെ എപ്പോഴും കരുത്തുള്ളൂ. പക്ഷേ പണ്ട് എത്ര നാളെ ഇവൻ ക്യാപ്റ്റൻ പിന്നെ ക്യാപ്റ്റൻ മാറ്റി ആണ്ട് ഞാൻ നീ പിന്നെ ക്യാപ്റ്റൻ പിന്നെ തന്നെ ക്യാപ്റ്റനാക്കാൻ പോവാൻ. പിന്നെ ക്യാപ്റ്റന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ക്യാപ്റ്റൻ തന്നെ വിളിച്ചോണ്ടിരുന്നത് ചിനോളെ.
അവൻ്റെ മുന്നേറ്റം കളത്തിൽ മിക്കവാറും ഞാൻ വിനീഷ്യസ് എല്ലാം ടീം വന്നാൽ വിനീഷ്യസ് പിന്നെ ക്യാപ്റ്റൻ ഇതൊക്കെ പിന്നെ ആരോ ക്യാപ്റ്റൻ ആക്കാൻ ഇവനെ കൊടുത്തെങ്കിൽ ഒരു വിഷമം ഒരു ലോങ് ടേക്ക് ലോങ് റേഞ്ച് കിങ് ആയി. പക്ഷേ ലോങ് റേഞ്ച് അടിക്കാൻ പറ്റിയ ഒരാൾ ടീമിൽ കാണത്തില്ല. പിന്നെ മൊത്തം അറ്റക്കും ബോക്സിൽ കയറേണ്ടി വരും. പിന്നെ ലോങ് കളിക്കെങ്കിൽ വൈകൾ നമ്മളെ ഇവനെ എന്ത് വരുന്നത് അലക്സാണ്ടർ അർണോൾഡ് അത് വിങ്ങും കയറി വരാൻ പറ്റത്തില്ല, കളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. റൈറ്റ് ബാക്ക് അല്ലേ, പിന്നെ മറ്റേ ബോക്സിലും കയറി വരുന്നുണ്ടല്ലോ. ടെക്ക് നിരയിലോട്ടെ ഇറ്റ്സ് ആട്രിക് ആകുമോ എൻ്റെ എന്തോ ഗോൾ കീപ്പർ എന്നാണോ? നെക്സ്റ്റ് ഇവിടെ ക്ലീൻ ഇറ്റ്സ് ടൈം ഓവർ 6-4. ഏറ്റവും കൂടുതൽ ഗോൾ കണ്ടത് ഫസ്റ്റ് ഹാഫിലാണ് 9 ഗോൾ. ഇപ്പോൾ ഒരു ഗോളേ കണ്ടിട്ടുള്ളൂ ഞാൻ കളിച്ചിട്ട്. ക്യാപ്റ്റൻസിങ്ങൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ വീട് നടത്താം. എത്ര നേരമായി? കുറേ നേരമായി. 20 മിനിറ്റായി. അവിടെ ഏതോ ഒരു ഊച്ചാൽ സൈറ്റ് ബാക്കിൽ തന്നെ ഇത്രയും കളിച്ച് വെറുതെ അങ്ങ് തേച്ചിട്ടുണ്ട്. ഞാൻ 1500 ഷോട്ട്സൊക്കെയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്ലേസ് നോക്കാമല്ലോ. 1500 ഇത്ര കൂടുതൽ ഞാൻ ഇത്ര ഇങ്ങനെ ഇങ്ങനെ എടുത്തില്ല. അപ്പോൾ തന്നെ ഞാൻ എടുക്കാറ് മതി. എന്നുവെച്ചാൽ കഴിഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി കണ്ടപ്പോൾ ഒരു ഷോട്ട്സ് എടുക്കാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൂട്ടിവെക്കാൻ തീരുമാനിച്ചത്. ഇവനെ തന്നെ ക്യാപ്റ്റനാക്കി ഇന്ന് പിന്നെ ക്യാപ്റ്റനാക്കിയ ഇവനെ ഞാൻ മഷാശി വെച്ച് പെൻസിലേക്ക് എടുക്കാൻ പോകും. നമ്പർ ഹോം നമ്പർ ക്വിക്ക് നമ്പർ മാറ്റി എൻ്റെ മനസ്സ് പറയാം. മാറ്റി 10-9 വിനീഷ്യസ് അല്ലെങ്കിൽ ബേഷ്യസ് മൊത്തം കൊടുക്കാം. നമ്പറാണെന്നില്ലല്ലോ, കുഴപ്പമില്ല, ബഗ്ഗായിരിക്കും. അപ്പോൾ ഇന്നത്തെ വരെ ഇത്രയുള്ള കാഴ്ച അടുത്ത വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ആൻഡ് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാൽ മതി, അല്ല ID തന്നാൽ മതി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ അടുത്ത വേറെ ഏതെങ്കിലും ദിവസം വേറെ വീഡിയോ വരും. അത്രയും ദിവസത്തേക്ക് ഗുഡ് ബൈ.